ഇന്നത്തെ റെസിപ്പി നമ്മുടെ തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ ബർഫിയുടെയാണ്. ഇത് റെഡിയാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കെങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തേങ്ങ ബർഫി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് തേങ്ങ തന്നെയാണ്. ഞാനിവിടെ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിതുപോലെ തേങ്ങയ്ക്ക് എടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ആ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഉണ്ടാവില്ലേ, എത്രത്തോളം അത് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ഒഴിവാക്കി വൈറ്റ് കളറിൽ തന്നെ എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി തേങ്ങയൊക്കെ നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. സ്പീഡ് ബട്ടണിലിടണ്ട, പൾസ് ബട്ടണിൽ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താൽ മതിയാകും. ഒത്തിരി അരഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് തേങ്ങയൊക്കെ കിട്ടേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തേങ്ങ ബർഫി റെഡിയാക്കാനായിട്ട് ഒരു കടായി എടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 2-3 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഈ ഷുഗറൊക്കെ മെൽറ്റായി തുടങ്ങും. പെട്ടെന്നാവാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ നമ്മുടെ തേങ്ങയുടെയൊക്കെ കളർ തന്നെ മാറിപ്പോകും. ഞാനിപ്പോൾ ഇതിവിടെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 5 മിനിറ്റായി. അപ്പോഴേക്കും കണ്ടോ പഞ്ചസാരയൊക്കെ ഇവിടെ മൊത്തം അലിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രുചിയുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഞാനിത് ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ 10 മിനിറ്റായി. അപ്പോഴേക്കും കണ്ടോ തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയണത് നമ്മളിത് കുറച്ച് കയ്യിലൊന്ന് എടുത്ത് നോക്കണ സമയത്ത് നമുക്കിത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് നല്ലോണം കുഴഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ സെറ്റാവാനായിട്ട് വെക്കുന്നതെങ്കിൽ നമുക്കിത് ആ ഒരു ബർഫിയുടെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. അങ്ങനെ ആകുന്ന സമയത്ത് തിരിച്ച് ഇതേ പാത്രത്തിലേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മതി. അതുപോലെ ഇത് ഒത്തിരി ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ തിരിച്ച് ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിതിവിടെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 20 മിനിറ്റായി. കണ്ടോ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബർഫി ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബർഫി സെറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇതൊക്കെ ആദ്യമേ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇതിങ്ങനെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുമ്പോഴാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണതെങ്കിൽ സ്പൂണിലും സ്പാച്ചുലയിലും ഒക്കെ ഇത് ഒട്ടിപ്പിടിക്കും. അതുപോലെ ഒത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കണതെങ്കിൽ നമ്മൾ ഷേപ്പാക്കി എടുക്കും തോറും അത് വിട്ട് പോവുകയാണ് ചെയ്യുക. ഇതിവിടെ ലെവൽ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒത്തിരി സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് തന്നെ വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. ഞാനിതിവിടെ ചൂട് പോകാനായിട്ട് വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ടും എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടും കൂടെ എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ബർഫിയാണ് കേട്ടോ ഇത്. നമ്മുടെയൊക്കെ വീട്ടിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിതിന് പൊട്ടിച്ചുകൂടെ കാണിച്ചു തരാം. നല്ല രുചിയുള്ള ഈ തേങ്ങാ ബർഫി കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്